നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന വലിയ നിഅമത്ത് മുസ്ലിമായി ജീവിക്കാൻ അവസരം നൽകുകയും മുസ്ലിമീങ്ങളായ ആളുകളോടൊപ്പം കുടുംബസമേതം ജീവിക്കാൻ അവസരം ലഭ്യമാവുകയും ചെയ്തതാണ്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് ആളുകൾക്ക് മക്കളെ നൽകാറുണ്ട്. നമുക്ക് എന്തിനാണ് മക്കളെ അല്ലാഹു തന്നത് എന്ന് പല സമയത്തും നാം തിരിച്ചറിയാറില്ല. ചില ആളുകൾ എന്തിനാ മക്കളെന്ന് ചിന്തിക്കുമ്പോൾ കരുതുന്നത് പ്രായമാകുമ്പോൾ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ, അതിനൊരു കുട്ടി വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുടുംബജീവിതം ആരംഭിച്ചാൽ സ്വാഭാവികമായും മക്കളുണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ തന്നതിന്റെ ഉദ്ദേശം അല്ലാഹുവിനെ അറിയുന്ന ഒരാൾ ഭൂമിയിൽ ഉണ്ടാവുക എന്നതാണ്. നമുക്കൊരു കുട്ടിയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹനെ അറിയുന്ന ഒരാൾ കൂടി ഭൂമിയിൽ വരുന്നു എന്നാണ്. മനുഷ്യനെ അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചത് തന്നെ അല്ലാഹുവിനെ അറിയാനും അല്ലാഹുവിനെ കുറിച്ച് പറയാനുമാണ്. കേവലം ദിക്ർ ചൊല്ലി ഒരു മൂലയിലിരിക്കാൻ മനുഷ്യന്റെ ആവശ്യമില്ലായിരുന്നു. നമ്മേക്കാളും ദിക്ർ ചൊല്ലുന്ന, നമ്മേക്കാളും തസ്ബീഹ് ചൊല്ലുന്ന ഞാനും നിങ്ങളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതിനേക്കാളും സുജൂദ് ചെയ്യുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ ഇന്ന് അല്ലാഹുവിന്റെ ഭൂമിയിലുണ്ട്. അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പോലും നമ്മേക്കാളും അല്ലാഹനെ ഓർമ്മപ്പെടുത്തുന്നത് നാം നടന്നു പോകുമ്പോൾ നാം ചവിട്ടുന്ന മണൽത്തരികളാണ്. നാം അല്ലാഹനെ കുറിച്ച് പറയുന്നതിനേക്കാളും ആ മണൽത്തരി അല്ലാഹുവിനെ കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ഈ സദസ്സ് പിരിഞ്ഞു പോകുന്ന സമയത്ത് മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണ് 2 വിരൽ കൊണ്ടൊന്ന് പിടിച്ചിട്ട് വീട്ടിൽ പോയി നാളെ സുബഹി വരെ എണ്ണി നോക്കിയാലും അത് എത്ര മണൽത്തരിയുണ്ട് എന്ന് കണ്ടെത്താൻ നാം സുബഹി വരെ എണ്ണിയാലും സാധ്യമാകില്ല. ആ മണൽത്തരി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നുണ്ട്. ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നീ തിരിച്ചറിയണമെന്ന് നീ ചവിട്ടുന്ന മണൽത്തരി പോലും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓരോ ആളും നടന്നു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ ആളുടെയും നടത്തത്തിന്റെ സ്റ്റൈല് വ്യത്യസ്തമാണ്. എന്തിനെ ഇങ്ങനെയായത്? ഒരാൾ നടക്കുന്നതിനെ കണ്ടാൽ നമുക്കറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധത്തിലേക്ക് നാം തിരിച്ചെത്തണം. ഒരാൾ നോക്കുന്നത് കണ്ടാൽ എല്ലാവരുടെയും ഇരിക്കുന്ന മജ്ലിസിലുള്ള എല്ലാവരുടെയും ഫേസ് കട്ട് വ്യത്യസ്തമാണ്. ഒരാളെ മുഖത്തേക്ക് നോക്കിയാൽ അല്ലാഹുവിനെ അറിയാൻ സാധിക്കണം. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാവുന്ന അർത്ഥത്തിലേക്ക് നാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യൽ വളരെ അനിവാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് അല്ലാഹുവിനെ അറിയുന്ന ഒരാൾ കൂടി ഭൂമിയിൽ ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു നമുക്ക് സന്താനങ്ങളെ നൽകിയിട്ടുണ്ട്. ഈ മക്കൾ അല്ലാഹനെ അറിയാൻ വേണ്ടി വന്നവരാണെങ്കിലും പല സാഹചര്യത്തിലും അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ നാം തയ്യാറാവാറില്ല. നമുക്കിന്ന് കുട്ടി ഡോക്ടറായിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ്, എഞ്ചിനീയർ ആയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ഇതൊന്നും ആവണ്ട എന്നല്ല, ഇതൊക്കെ സമുദായത്തിന് ആവശ്യവും നമ്മുടെ സമുദായത്തിന്റെ പുരോഗതിക്ക് എല്ലാ മേഖലയിലും പഠിച്ച പുതിയ തലമുറ അനിവാര്യവുമാണ്. അതേസമയം അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാതെ കേവലം ഭൗതിക തലത്തിലേക്ക് മാത്രമായി കുട്ടിയെ വളർത്തിയാൽ ദുനിയാവിലും കുട്ടി നമുക്ക് നഷ്ടമാണ്, ആഖിറത്തിലും നഷ്ടമാണ്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും മക്കളെ വിഷയത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഖുർറത്തു ഐനായ മക്കളെ തരണമെന്നാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. മക്കളിൽ നിന്നുണ്ടാകേണ്ടത് ഖുർറത്തു ഐനാൻ. ഖുർറത്തു അയ്യുൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമയാണ്. പഴയ കാലത്ത് ഉപ്പമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, നമ്മുടെയൊക്കെ പ്രായമുള്ള ആളുകൾ മക്കളോട് പഴയ കാലത്ത് പറയുമായിരുന്നു, മോനെ ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് ഉണ്ടാവണമെന്ന് പറയാറുണ്ട്. ചില മക്കളെ പ്രത്യേകം വിളിച്ചിട്ട്, ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ അടുത്തൊന്നും ഉണ്ടാവണം. എന്തിനാണത്? നല്ല ഖുർറത്തു അയ്യുനായ ഒരു കുട്ടി അടുത്തിരുന്നാൽ ഇയാൾ കെലിമ ചൊല്ലിയേ മരിക്കുള്ളൂ. ആ കുട്ടിയൊന്നും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, ആ കുട്ടിയെ കെലിമ ചൊല്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി അവിടെ ഇരുന്നാൽ മതി. കുട്ടി ഇരുന്നാൽ അല്ലാഹുവിനെ ഓർമ്മ വരുന്ന തലത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു നമുക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കുകയും മക്കളില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകുകയും ചെയ്യട്ടെ. ഇന്ന് നാം അല്ലാഹുവിന് വേണ്ടി വളർത്തുന്നതിന് പകരം പലപ്പോഴും ദുനിയാവിന് വേണ്ടി മാത്രം വളർത്തുകയാണ്. നമ്മുടെ അനന്തരം സ്വീകരിക്കാൻ ഒരാള്, നമ്മെ പ്രായമാകുമ്പോൾ നോക്കാൻ ഒരാള്, ഇതിനു വേണ്ടിയൊന്നും മക്കളെ വളർത്തരുത്. മക്കളെ വളർത്തുന്നത് ലില്ല എന്നൊരൊറ്റ ലക്ഷ്യത്തിനായി മാറേണ്ടതുണ്ട്. നിങ്ങൾ ചെറിയ കുട്ടിയെ, ഒരു 10 മാസം പ്രായമാകാത്ത മുലപ്പാല് കുടിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് അല്ലാ എന്ന് കുട്ടി കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞാൽ കുട്ടി നിങ്ങളെ ശ്രദ്ധിക്കും. ഞാൻ എൻ്റെ അയൽവാസിയാന്ന് പറഞ്ഞാൽ മെയിൻറ്റ് ചെയ്യാത്ത കുട്ടി, ഞാൻ നിന്റെ ജ്യേഷ്ഠനാണെന്നോ കുടുംബക്കാരനാണെന്നോ പറഞ്ഞാൽ നിന്നെ തിരിച്ചറിയാത്തൊരു കുട്ടി അല്ലാ എന്ന് കേട്ടാൽ നിന്റെ മുഖത്തേക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് അനുഭവപ്പെടും. എന്തേ കാരണം? കുട്ടി അല്ലാഹുവിന്റെ ദുനിയാവിലേക്ക് വന്നത് അല്ലാഹുവിനെ അറിയണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ്.
നിങ്ങൾ തൊട്ടിലിന്റെ കൈപ്പിടിച്ച് കുട്ടിയെ ഉറക്കാറുണ്ടല്ലോ. മാപ്പിളപ്പാട്ട് പാടി ഒരു ദിവസം ഉറക്കിയിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഉമ്മമാരൊക്കെ ഉറക്കുന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഉറക്കി നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഉറക്കുന്നതിനേക്കാളും 3 ഇരട്ടി സമയമെങ്കിലും വേണ്ടിവരും പാട്ടുപാടിയാൽ കുട്ടി ഉറങ്ങണമെങ്കിൽ. കാരണം കുട്ടി ഇങ്ങോട്ട് വന്നതിന്റെ ലക്ഷ്യം ഈ റബ്ബിനെ അറിയലാണ്. ആ അള്ളാനെ അറിയാൻ ആവശ്യമായ പഠന സൗകര്യങ്ങളും അതിനനുസൃതമായ രൂപത്തിൽ കുട്ടിയെ വളർത്തലുമാണ് രക്ഷിതാവായ ഒരാളുടെ ഡ്യൂട്ടി. നമുക്ക് സ്കൂളിൽ പോകുമ്പോ അല്ലെങ്കിൽ മദ്രസയിൽ പോകുമ്പോ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ വേണ്ടി കുട്ടിയുടെ രക്ഷിതാവിന്റെ ഒപ്പ് എന്നിടത്ത് സൈൻ ചെയ്യാറുണ്ട്. രക്ഷിതാവ് എന്നതിന്റെ അറബി പദം റബ്ബ് എന്നാണ്. രക്ഷിതാവ് എന്നതിന്റെ അറബി പദം റബ്ബ് എന്നാണ്. റബ്ബ് തന്റെ അടിമയെ എങ്ങനെ വളർത്തുന്നുണ്ടോ അങ്ങനെ നിന്റെ കുട്ടിയെ വളർത്താൻ എന്നാണോ സാധിക്കുന്നത് അന്നാണ് സത്യത്തിൽ നാം രക്ഷിതാവായിട്ടുള്ളൂ. ഇന്ന് ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ അള്ളാഹുവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ പണി കൂടുതലും സൗകര്യം ചെയ്തു കൊടുക്കുന്ന വലിയൊരു വിഭാഗം നാട്ടിലെ രക്ഷിതാക്കളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്ന് ചെറിയൊരു കുട്ടി മുലപ്പാല് കുടിക്കുന്നില്ല, നാം ചെയ്യുന്ന പണി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ TV തുറന്നു വെച്ച് സിനിമ കാണിച്ചു കൊടുത്ത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നൊരു കാലം. കുടുംബസമേതം സിനിമ കാണാന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം ഭ്രാന്താണ്. നിങ്ങൾ അതിന്റെ അനന്തരഫലം ഒന്ന് ആലോചിച്ചാൽ അത് മനസ്സിലാവും. ഈ അടുത്ത് മലയാളക്കരയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒരു കുട്ടിയെയുമായി തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു ഉസ്താദിന്റെ സമീപത്തേക്ക് ചെന്നു. ആ കുട്ടി തന്റെ വാപ്പയെയും ഉമ്മയെയും ഇരുത്തിക്കൊണ്ട് സംസാരിച്ച ചില ചിന്തനീയമായ സംസാരങ്ങളുണ്ട്. ഇതൊരു കുട്ടിയുടെ മാത്രം ചിന്തയല്ല, ദുനിയാവിലുള്ള എല്ലാ മക്കളുടെയും ചിന്തയാണ്. ആ കുട്ടി വാപ്പയെയും ഉമ്മയെയും എടുത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനിങ്ങനെ ഒരുത്തന്റെ കൂടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഒളിച്ചോടിപ്പോയി എന്നത് സത്യമാണെങ്കിലും ഇതിന്റെ യഥാർത്ഥ പ്രതി ഞാനല്ല, യഥാർത്ഥ പ്രതി എന്റെ ഉപ്പയും ഉമ്മയുമാണ്. എന്തേ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി കൗൺസിലിംഗ് നടത്തിയ ഉസ്താദിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഞാനും എന്റെ ഉപ്പയും എന്റെ ഉമ്മയും ഒരുമിച്ചിരുന്നാണ് സിനിമ കാണാറുള്ളത്. എന്നിട്ട് ഉപ്പാനോട് ചോദിച്ചു, വാപ്പ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചോദിച്ചു. വാപ്പ പറഞ്ഞു, അതെ, നിങ്ങൾ സിനിമ കാണുമ്പോൾ ഞാൻ നിങ്ങളെ നന്നായി വാച്ച് ചെയ്യാറുണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ സിനിമ ആക്ട്രസുകളായ അർദ്ധനഗ്നയായ സ്ത്രീകളുടെ ശരീരം നോക്കി ആസ്വദിക്കുന്നത് ഞാൻ കാണാറുണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ അള്ള തന്ന ഭാര്യയെ തൊട്ടപ്പുറത്തിരുത്തിയിട്ടല്ലേ നിങ്ങൾ സിനിമ കാണാറുള്ളത്? ഉമ്മയോടും ഇതേ വാക്ക് പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവായ എന്റെ ഉപ്പയെ അടുത്തിരുത്തി നിങ്ങൾ സിനിമ നടന്മാരുടെ മുഖഭംഗി ആസ്വദിക്കുന്നത് ഞാൻ കാണാറുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അന്യ പുരുഷനെയും അന്യ സ്ത്രീയെയും ആസ്വദിക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടൊരു അന്യ പുരുഷനെ ആസ്വദിച്ചുകൂടാ? ഇതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നതിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് 18 വയസ്സ് പൂർത്തിയാകുന്ന ഒരു പെൺകുട്ടി പറഞ്ഞപ്പോഴാണ് ഇതിന്റെ അപകടതലം എത്രത്തോളം വിശാലമാണെന്ന് ചിന്തിച്ചു പോയത്. ഇത് നമ്മുടെ വീട്ടിൽ സിനിമ കാണാൻ പോയി മക്കളും ആലോചിക്കുന്നുണ്ടാവും. നമുക്കിന്ന് വളരെ സിമ്പിളാണ്. മാതാപിതാക്കളും കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് കുടുംബസമേതം അള്ളാഹുവിന്റെ നരകം പണം കൊടുത്ത് വാങ്ങുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയിലേക്ക് നമ്മുടെ സമുദായം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഇത് കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എന്താ ചിന്തിക്കുക? ഈ കുട്ടി എന്താണ് ചിന്തിക്കുക? ഈ കുട്ടി മാതാപിതാക്കളോടൊപ്പം സിനിമ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒളിച്ചോടിപ്പോയാൽ മാതാപിതാക്കൾക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അധികാരം പോലും നഷ്ടപ്പെടുകയാണ്. കുട്ടിയുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നാം അറിയാതെ കയറിപ്പോകുന്ന ചിന്താധാരകളാണ് സത്യത്തിൽ ഒളിച്ചോട്ടത്തിന്റെയും പ്രണയത്തിന്റെയും മക്കൾ നമ്മുടേതല്ലാതെ ഹിദായത്തിന്റെ മാർഗം പോലും തെറിച്ച് അന്യ വിഭാഗത്തിന്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കുടുംബം നന്നാവാൻ, നമ്മുടെ മക്കൾ നന്നാവാൻ ആദ്യം നാം ചെയ്യേണ്ട പണി സിനിമയിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ മൊത്തം മാറ്റി നിർത്തുകയും നാം സ്വയം മാറി നിൽക്കലുമാണ്. നിങ്ങൾ ആധുനിക സിനിമയെക്കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചു നോക്ക്. അധിക സിനിമകളുടെയും കഥാകൃത്തുകളായി പ്രത്യക്ഷപ്പെടുന്നത് യുക്തിവാദികളാണ്. അവർക്ക് മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില അജണ്ടകളുണ്ട്. അധിക സിനിമയുടെയും കഥാകൃത്തുകൾ യുക്തിവാദികളാണ്. സിനിമകൾ പലതിന്റെയും കഥകൾ സിനിമ കാണുന്ന പലരും ഈ കൂട്ടത്തിലുണ്ടാകുമല്ലോ. സിനിമ കാണുന്ന ഒരുപാട് ആളുകളോട് ചോദിച്ചുറപ്പ് വരുത്തിയ ശേഷമാണ് ഞാനിത് പറയുന്നത്. ഇത് ശരിയല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഈ സദസ്സിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന് പറയാവുന്നതുമാണ്. ഏത് സിനിമയുടെയും കഥകൾ പരിശോധിച്ചാൽ അധികവും ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു മുസ്ലിം അല്ലാത്തൊരു സഹോദരനെ എങ്ങനെ സ്വന്തമാക്കാമെന്നും എങ്ങനെ അവന്റെ കൂടെ ഇറങ്ങിപ്പോകണമെന്നും സിനിമകൾ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇത് കാണുന്ന ഒരു കുട്ടി ഒളിച്ചോടിയാൽ സത്യത്തിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല.
നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കരിച്ച് ഒരു മജ്ലിസിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച നല്ല ഒരു ആശിക്കായ മനുഷ്യന്റെ ഒരു കഥ എല്ലാ ദിവസവും നിങ്ങൾ കേട്ടാൽ ഒരു 30 ദിവസം കേൾക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ മദീനയുടെ ഒരു അനിർവചനീയമായ ഒരു മുഹിബ്ബായി മാറിയിട്ടുണ്ടാവും. എന്നാൽ എല്ലാ ദിവസവും 1 or 2 സിനിമയോ കാണുന്ന, അതല്ലെങ്കിൽ ആഴ്ച തോറും കാണുന്ന ഒരു കുട്ടി ഇങ്ങനെയുള്ളൊരു മാനസിക തലത്തിലേക്ക് എത്തുന്നുവെങ്കിൽ അതിന് അത്ഭുതപ്പെടാനില്ല. നാം ചെയ്യേണ്ടത് സിനിമയും സീരിയലും കാണുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് നാം സ്വയം മാറി നിൽക്കുകയും നമ്മുടെ കുടുംബത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയും വേണം. അതോടൊപ്പം സിനിമ കാണുന്ന ഒരു കുട്ടിയെ മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ചിട്ടും കുട്ടിയുടെ കൽബിലേക്ക് കയറൂല. സിനിമ കാര്യമായി ചെയ്ത ഒരു ഉണ്ടാക്കിയെടുത്ത അപകടനില ഉസ്താദുമാരോട് പഠിപ്പിച്ച ഗുരുനാഥനെയും വളർത്തിയ മാതാപിതാക്കളെയും അപമാനിക്കാൻ എന്തൊക്കെ ചെയ്യണോ അതിനാവശ്യമായ മുഴുവൻ പരിശീലനവും സിനിമ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സമുദായത്തെ അറിഞ്ഞോ അറിയാതെയോ ടാർഗറ്റ് ചെയ്യുന്ന ഒരു തലം സിനിമയിലുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കുടുംബം വീട്ടിലും ഇവിടെ രക്ഷിതാക്കൾ ഇവിടെയുമാകുമ്പോൾ പലപ്പോഴും നന്നായി പണം കൊടുത്തയക്കുകയും അവരൊക്കെ അതിനനുസൃതമായ രീതിയിൽ പണം ഉപയോഗിച്ച് വീട്ടിൽ ടെലിവിഷൻ വെച്ച് കണ്ടുകൊണ്ടിരിക്കാൻ. ആധുനിക സിനിമകളിലെ നായകൻ മുസ്ലിം പെണ്ണും നായിക മുസ്ലിം പെണ്ണും നായകൻ കാഫിറായ മനുഷ്യനുമാണ്. എന്താ ഇതിലെ അജണ്ട? സിനിമ കാണുന്ന ഒരു പെണ്ണിന്റെ മനസ്സിൽ സിമ്പതി തോന്നുക സ്വാഭാവികമായും ഹീറോയോടാണ്. ആ ഹീറോ ആരാ? ഹിദായത്തിന്റെ മാർഗമില്ലത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഒരാളാണ്. അവന്റെ കൂടെ എങ്ങനെ ജീവിക്കാമെന്ന് പരിശീലനം കൊടുക്കുമ്പോ വീട്ടിലേക്ക് കയറി വന്ന ആശാരിപ്പണിക്കാരന്റെ കൂടെ നിന്റെ മകൾ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ കേവലം അവളെ കുറ്റപ്പെടുത്തൽ കൊണ്ടായില്ല, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ മാതാപിതാക്കൾ പലരും ഖുർആൻ ക്ലാസ്സിനും പഠന ക്ലാസ്സുകൾക്കും പോകാറുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ഖുർആൻ ക്ലാസ് ഉണ്ട്. എന്നാൽ ആരാ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ മഹല്ലത്തിൽ ചെന്ന് ഒരു പഠന ക്ലാസ് നടക്കുമ്പോൾ ഒരു പേനയും ഒരു നോട്ട്ബുക്കും അവിടെ വെച്ച് ഏത് പ്രായക്കാരാണ് പങ്കെടുക്കുന്നത് എന്ന് പരിശോധിച്ചാൽ സ്ഥിരമായി നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഠന ക്ലാസ്സുകളിൽ അധികവുമുള്ളത് ഒരു 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് റിസർവ്ഡായ കുറെ സീറ്റുകളായിരിക്കും അധിക പഠന ക്ലാസ്സുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അബുദാബിയിൽ ബഹുമാനപ്പെട്ട സിൻസാർ ഉസ്താദിന്റെ വേദി അതിൽ നിന്ന് തീർത്തും വ്യതിരിക്തമാണ്. അല്ലാഹു ഈ മജ്ലിസ് ദീർഘകാലം നമുക്ക് നിലനിർത്തി തരട്ടെ. ഈ പൊതുവെ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു 30-35 വയസ്സോ കഴിഞ്ഞ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന കുറെ ക്ലാസ്സുകളാണ്. അവർ പോകണ്ട എന്നല്ല, അതേസമയം നമ്മുടെ നാട്ടിൽ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിൽ നിന്നോ മദ്രസ പൂർത്തീകരിച്ച ഒരു കുട്ടി പിന്നെ ദീന് കേൾക്കാൻ പോകുന്നത് 30ാം വയസ്സിലാണ്. 15 കൊല്ലം ഈമാൻ റീചാർജ് ചെയ്യാതിരുന്നാൽ ഒരു കുട്ടിയുടെ ഈമാൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേവലം അവൾ മാത്രം ഉത്തരവാദിയല്ല, ആ സാഹചര്യം ഒരുക്കിയവർ മുഴുവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ആ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. 15 കൊല്ലം ഈമാൻ റീചാർജ് ചെയ്തില്ലെങ്കിൽ ഈമാൻ വഴിതെറ്റിപ്പോകുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? നമ്മുടെ ഈമാൻ, ഒരു വർഷം നിങ്ങൾ അബുദാബിയിൽ ജീവിച്ചിട്ട് 1 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങളെ കൽബിനാവശ്യമായ ഒരു നസീഹത്തും കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ദീനുള്ളവന്റെ ഈമാൻ പോലും വഴിതെറ്റുമല്ല. എന്നാൽ 15 കൊല്ലം ദീന് കേൾക്കാൻ സാഹചര്യമില്ലാതെ, അതല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാതെ നമ്മുടെ മക്കൾ വളരുകയും അവർക്ക് ദീൻ ലഭിക്കാതെ പോവുകയും ചെയ്യുമ്പോ കുട്ടി അറിയാതെ ഒളിച്ചോട്ടത്തിന്റെയോ മറ്റോ ഇരയാവുകയാണ്. അതിനുവേണ്ടി ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്ന് പെൺമക്കളുള്ള രക്ഷിതാക്കൾ പ്രത്യേകം തിരിച്ചറിയുകയും നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾ, ചെറിയ മക്കൾ, ടീനേജ് പ്രായത്തിലെ മക്കൾ പോലും 50 പൈസയുടെ മിഠായിയുടെ വലിപ്പത്തിലുള്ള കഞ്ചാവിന്റെ എസൻസ് ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. 50 പൈസയുടെ മിഠായിയുടെ വലിപ്പത്തിൽ കഞ്ചാവിന്റെ എസൻസ് കിട്ടുന്നുണ്ട്. ഇത് കഴിച്ച് കുട്ടികൾ സ്കൂളിൽ താമസിക്കുന്നു. ഈ അടുത്ത് മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗേൾസ് ഹൈസ്കൂളിൽ സമീപത്ത് PTA കമ്മിറ്റി ചില പ്രതിസന്ധികൾ അനുഭവിച്ചപ്പോ PTA കമ്മിറ്റി റോഡ് സൈഡിലേക്ക് ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ CCTV ഈ പ്രിൻസിപ്പൽ റൂമിലും അതുപോലെ ആ നാട്ടിലെ SIയുടെ റൂമിലും കാണാനുള്ള സൗകര്യം ചെയ്തു. SI ഒരു ദിവസം പെട്ടെന്ന് സ്കൂളിലേക്ക് വന്നിട്ട് ആ നാട്ടുകാരായ പലരും ഈ മജ്ലിസിലുണ്ട് എന്ന ബോധത്തോടെയാണ് ഞാൻ പറയുന്നത്. പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്നിട്ട് പ്രിൻസിപ്പലോട് പറഞ്ഞു, ഒരാഴ്ചത്തെ CCTV ഒന്ന് പരിശോധിക്കണം. പരിശോധിച്ചു. എല്ലാ ദിവസവും രാവിലെ ഒരു സ്വിഫ്റ്റ് കാർ സ്കൂളിന്റെ മുമ്പിൽ വന്ന് നിർത്തുന്നു. ഒരു പെൺകുട്ടി ഒരു കവർ വാങ്ങി തിരിച്ചു പോകുന്നു. ഇതാണ് കാണുന്നത്. ആ കുട്ടിയെ വിളിച്ചു. 9ാം ക്ലാസ്സിലാണ്. വാങ്ങിയത് കഞ്ചാവ് ഉപയോഗിക്കാൻ ആവശ്യമായ സെൻസാണ്. ഇത് ക്ലാസ് റൂമിലിരുന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഏജന്റ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്.
ഈ തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടിയിലും പെൺകുട്ടിയിലും ഈ സ്വഭാവം വർദ്ധിക്കുകയും മതപരമായ ഉത്ബോധന സദസ്സുകളിലേക്ക് അവർ സ്വയം എത്താതിരിക്കുകയോ അത് എത്തിക്കണമെന്ന ബോധം നമുക്കില്ലാതെയാവുകയോ ചെയ്യുമ്പോ നമ്മുടെ മക്കളിൽ അറിയാതെ ചില തിന്മകൾ വളരുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ലില്ല എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി വളർത്തുന്നവരാക്കി മാറ്റേണ്ടതുണ്ട്. ഏത് ക്യാമ്പസിലേക്ക് പോയാലും, ഭൗതിക ക്യാമ്പസുകളിലേക്ക് പോകുമ്പോഴൊക്കെ പല ഹോസ്റ്റലുകളും രാത്രി 9 മണി വരെ ഓപ്പണാണ്. രാത്രി 9 മണി വരെ ഓപ്പണായി കിടക്കുന്ന ഹോസ്റ്റലാണ് പല ഹോസ്റ്റലുകളും. രാത്രി 2 മണിക്കടക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലുള്ള ക്യാമ്പസ് കേരളത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാത്രി 2 മണി വരെ ഓപ്പണായി കിടക്കുന്ന ഹോസ്റ്റല്, അവർക്ക് 2 മണിക്ക് റൂമിലെത്തേണ്ടതുള്ളൂ. രാത്രി 9 മണി വരെ ഈ പെൺകുട്ടികൾക്ക് എവിടേക്കും പോകാവുന്ന ധാരാളം പഠന ക്യാമ്പസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നാം ഇങ്ങനെ കരുതും, എന്റെ കുട്ടി MBBS പഠിക്കാൻ പോയതാ, എഞ്ചിനീയർ ആവാൻ പോയതാ എന്നൊക്കെ കരുതി സന്തോഷിക്കുമ്പോഴും അവൾ പഠിക്കുന്ന ക്യാമ്പസിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാതെ ഒരു ക്യാമ്പസിലേക്ക് നമ്മുടെ കുട്ടിയെ ചേർത്തരുത്. ചേർക്കുന്നതിന്റെ മുമ്പ് കുട്ടിയുടെ ഈമാൻ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുകയും നാം മരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ആ കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെക്കുറിച്ചൊന്ന് ഓർത്താൽ ആ കുട്ടിയെ ആലോചിക്കുമ്പോൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമുക്ക് ചൊല്ലാൻ സാധ്യമാകും വിധത്തിൽ കുട്ടിയെ വളർത്താനും നമുക്ക് സാധ്യമാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.